എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണത്തിൻ്റെ പാരായണം തുടങ്ങിയിട്ട് 17-ാം ദിവസമായ ഇന്ന് കിഷ്കിന്ധ കാണ്ഡത്തിലെ പ്രഥമ സർഗമാണ് പാരായണം ചെയ്യുന്നത്. പ്രഥമ സർഗം സുഗ്രീവ സഖ്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തുടർച്ചയായി ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പാരായണം ആരംഭിക്കാം. ഓ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകികോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കപീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയംകരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണൗ വജസാ ഗൃഹാമി ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം കിഷ്കിന്ധാകാന്ഡം പ്രഥമ സർഗ സുഗ്രീവ സഖ്യം. ശ്രീ മഹാദേവ ഉവാച തതസ്സ ലക്ഷ്മണോ രാമ ശനൈ പമ്പാസരസ്തടം ആഗത്യ സരസാം ശ്രേഷ്ഠം ദൃഷ്ട്വാ വിസ്മയമായയൂ. മഹാദേവൻ പറഞ്ഞു, പിന്നെ ലക്ഷ്മണനോടൊപ്പം രാമൻ മെല്ലെ പമ്പാസരസിൻ്റെ തീരത്തെത്തി. സരസുകളിൽ മികച്ചതായ പമ്പാനദിയെ കണ്ട് വിസ്മയം കൊണ്ടു. ക്രോശമാത്രം സുവിസ്തീർണം അഗാധാ അമലശംബരം ഉൽഫുല്ലാംബുജകൽഹാര കൂദോൽപലമണ്ഡിതം ഹംസകാരണ്ഡവാകീർണം ചക്രവാകാദിശോഭിതം ജലകുക്കുടകോയഷ്ഠീ ക്രൗഞ്ചനാദോപനാദിതം നാനാപുഷ്പലതാകീർണം നാനാഫലസമാവൃതം സദാ മനസ്വച്ഛജലം പത്മകിഞ്ചൽ കവാസിതം. കാലിയോജന മാത്രം വിസ്താരമുള്ളതും ആഴമേറിയതും തെളിനീർ നിറഞ്ഞതും വിരിഞ്ഞ താമര കൽഹാരം ആമ്പൽ നീലക്കമലം ഇവയാൽ അലങ്കൃതവും അരയന്നം എരണ്ട എന്നിവ നിറഞ്ഞതും ചക്രവാദികളാൽ ശോഭിതവും കുളക്കോഴി വെള്ളമുണ്ടി ക്രൗഞ്ചം ഇവയുടെ കളനാദത്താൽ മുഖരിതവും പലതരം പൂവല്ലികൾ നിറഞ്ഞതും നാനാഫലങ്ങൾ തിങ്ങിയതും താമരയല്ലിയുടെ നറുമണമാർന്നതും സത്തുക്കളുടെ മാനസം പോലെ തെളിനീരുള്ളതും ആയ സരസ്. തത്രോപസ്പൃശ്യ സലിലം പീത്വാ ശ്രമഹരം വിഭു സാനുജ സരസസ്ഥീരേ ശീതളേന പഥായയൗ. ക്ഷീണം തീർക്കുന്ന ആ വെള്ളം കുടിച്ച് കൈകാൽ മുഖം കഴുകി അനുജനോടൊത്ത് പ്രഭുവായ അദ്ദേഹം ആ സരസിൻ്റെ തീരത്തുള്ള തണൽപ്പാതയിലൂടെ പോയി. ഋഷ്യമൂഖഗിരേ പാർശ്വേ ഗച്ഛന്തൗ രാമലക്ഷ്മണൗ ധനുർബാണകരൗ ധാന്തൗ ജടാവൽക്കലമണ്ഡിതൗ പശ്യന്തൗ വിവിധാൻ വൃക്ഷാൻ ഗിരേ ശോഭാം സുവിക്രമൗ. ജടാവൽക്കലങ്ങളാൽ വിളങ്ങുന്ന കയ്യിൽ അമ്പും വില്ലുമേന്തിയ സുധീരരും സംയമികളുമായ ആ രാമലക്ഷ്മണന്മാർ പർവ്വതങ്ങളുടെ മനോഹാരിത നോക്കിക്കൊണ്ട് ഋഷ്യമുഖാചലത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി. സുഗ്രീവസ്തു ഗിരേർമൂർധ്നി
ചതുർഭിഃ സഹവാനരൈഃ സ്ഥിത്വാ ദദർശതൗ യാന്താവ് ആരുരോഹ ഗിരേ ശിരഃ ഭയാദാഹ ഹനൂമന്തം കൗ തൗ വീരവരൗ സഖേ ഗച്ഛ ജാനീഹി ഭദ്രം തേ വടൂർഭൂത്വാ ദ്വിജാകൃതി ബാലിനാ പ്രേഷിതൗ കിം വാ മാം ഹന്തും സമുപാഗതൗ താഭ്യാം സംഭാഷണം കൃത്വാ ജാനീഹി ഹൃദയം തയോ യദി തൗ ദുഷ്ടഹൃദയൗ സപ്ഞാം കുരുകരാഗ്രത വിനയാവനതോ ഭൂത്വാ ഏവം ജാനീഹി നിശ്ചയം. സുഗ്രീവൻ 4 വാനരന്മാരോടൊത്ത് ഗിരിമുകളിൽ നിൽക്കുമ്പോൾ നടന്നു പോകുന്ന അവരെ കണ്ടു. ഗിരിയുടെ ശിഖരത്തിലേക്ക് അവൻ കയറിപ്പോയി. ഭീതിയോടെ ഹനുമാനോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, ആ വീരന്മാരാരായിരിക്കാം? വിപ്രാകാരനായ വടുവായി ചെല്ലുക, വിവരമറിയുക, നിനക്ക് മംഗളം വരട്ടെ. എന്നെ കൊല്ലുന്നതിനായി ബാലി അയച്ചതായിരിക്കാം അവരോട് സംഭാഷണം ചെയ്ത് അവരുടെ മനോഗതി അറിഞ്ഞു വരൂ. അവർ ദുഷ്ടഹൃദയരാണെങ്കിൽ കരാഗ്രത്താൽ അടയാളം കാണിക്കണം. വിനയനമ്രനായി സംസാരിച്ച് ഇത് തീർത്തറിഞ്ഞുകൊള്ളണം. തഥേതി വടുരൂപേണ ഹനുമാൻ സമുപാഗതഃ വിനയാവനതോ ഭൂത്വാ രാമം നത്വേത് ഇതമബ്രവീത്. സുഗ്രീവനോട് അപ്രകാരം തന്നെ എന്ന് പറഞ്ഞ് ഹനുമാൻ പടുവേഷത്തിൽ അവരുടെ അടുത്ത് ചെന്ന് വിനയപുരസ്സരം രാമനെ വണങ്ങിയിട്ട് ഇങ്ങനെ ചോദിച്ചു. കൗ യുവാം പുരുഷൗ വ്യാഘ്രൗ യുവാനൗ വീരസമ്മതൗ ദ്യോതയന്തൗ ദിശ സർവാ പ്രഭയാ ഭാസ്കരാവിവ യുവാം ത്രൈലോക്യകർത്താരാ ഇതി ഭാതി മനോമമ യുവാം പ്രധാന പുരുഷൗ ജഗദ്ധേതു ജഗന്മയൗ മായയാ മനുഷാകാരൗ ചരന്താ ഇവ ലീലയാ ഭൂഭാരഹരണാർത്ഥായ ഭക്താനാം പാലനായ ച അവതീർണാവിഹപരൗ ചരന്തൗ ക്ഷത്രിയാകൃതി ജഗസ്ഥിതിലയൗ സർഗം ലീലയാ കർത്തുമുദ്യതൗ സ്വതന്ത്രൗ പ്രേരകൗ സർവഹൃദയസ്ഥാന വിഹേശ്വരൗ നരനാരായണൗ ലോകേ ചരന്താവിധി മേ മതി. അല്ലയോ പുരുഷകേസരികളെ, യുവാക്കളും വീരന്മാരും വളരെ സുന്ദരന്മാരുമായ നിങ്ങൾ ആരാണ്? 3 ലോകത്തിൻ്റെയും കർത്താക്കളാണെന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്നു. നിങ്ങൾ ജഗത്തിന് ഹേതുഭൂതരും ജഗത്സ്വരൂപവുമായ ദിവ്യപുരുഷന്മാരാണ്, തീർച്ചയാണ്. ഭൂമിയുടെ ഭാരം നീക്കാനും ഭക്തരെ പരിപാലിക്കാനുമായി മായയാൽ മാനവാകൃതി കൊണ്ട് ലീലാഭാവേന സഞ്ചരിക്കുന്നവരുമാകാം. ലീലയാൽ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി ലയാദികൾ ചെയ്യാൻ പോകുന്ന പരമപുരുഷൻ ക്ഷത്രിയാകൃതിയിൽ പിറന്ന് ഇവിടെ നടക്കുകയുമാകാം. സ്വതന്ത്രരും ഏവരുടെയും കരളിലിരുന്ന് നന്മയിലേക്ക് നയിക്കുന്നവരും ഈശ്വരന്മാരുമായ നരനാരായണന്മാർ ഈ ലോകത്തിൽ സഞ്ചരിക്കുകയാണെന്നാണ് എൻ്റെ ധാരണ. ശ്രീരാമോ ലക്ഷ്മണം പ്രാഹ പശ്യൈനം വടുരൂപിണം ശബ്ദശാസ്ത്രമശേഷേണ ശ്രുതം നൂനം അനേകഥാ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, വടുരൂപിയായ ഇവനെ നോക്കൂ, നന്നായി സംസാരിക്കുന്നുണ്ടവൻ. അനേന ഭാഷിതം കൃഷ്ണം നകിഞ്ചിത് അവശബ്ദിതം തതപ്രാഹ ഹനൂമന്തം രാഘവോ ജ്ഞാനവിഗ്രഹ. ഇവൻ ഉച്ചരിച്ച മുഴുവൻ വാക്കുകളിൽ ഒറ്റ അപശബ്ദമില്ല. പിന്നീട് ജ്ഞാനസ്വരൂപനായ രാമൻ ഹനുമാനോട് പറഞ്ഞു, അഹം ദാശരഥീ രാമസ്ത്വയം മേ ലക്ഷ്മണോ അനുജഃ സീതയാ ഭാര്യയാ സാർദ്ധം പിതുർവചനഗൗരവാദ ആഗസ്തത്ര വിപിനേ സ്ഥിതോഹം ദണ്ഡകേ ദ്വിജ തത്ര ഭാര്യാ ഹൃദാ സീതാ രക്ഷകാഗേന ചിന്മമ താം അന്വേഷ്ടിമിഹായാത്തൗ ത്വം കോ വാ കസ്യ വാവദ. അല്ലയോ വിപ്ര, ഞാൻ ദശരഥതനയനായ രാമനാണ്. ഇവൻ എൻ്റെ അനുജനായ ലക്ഷ്മണൻ. ഞാൻ അച്ഛൻ്റെ നിയോഗമനുസരിച്ച് പത്നീസമേതനായി ദണ്ഡകവനത്തിലെത്തി.
അവിടെ ഒരിടത്ത് പാർക്കുമ്പോൾ എൻ്റെ ഭാര്യ സീത ഏതോ രാക്ഷസനാൽ അപഹരിക്കപ്പെട്ടു. അവളെ തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നീ ആരാണ്? നീ ആരുടെ പുത്രനാണ്? പറഞ്ഞാലും. വടു ഉവാച സുഗ്രീവോ നാമ രാജായോ വാനരാണാം മഹാമതി ചതുർഭിർമന്ത്രിഭിः സാർദ്ധം ഗിരിമൂർധനി തിഷ്ഠതി ഭ്രാതാകനീയാൻ സുഗ്രീവോ ബാലിന പാപചേതസഃ തേന നിഷ്കാസിതോ ഭാര്യാഹൃദാ തസ്യേഹ ബാലിന തദ്ഭയാത് ഇഷ്യമൂകാഖ്യം ഗിരിമാശ്രിത്യ സംസ്ഥിതഃ അഹം സുഗ്രീവ സജീവോ വായുപുത്രോ മഹാമതേ ഹനുമാൻ നാമ വിഖ്യാതോ അഞ്ജനീ ഗർഭസംഭവഃ തേന സഖ്യം ത്വയായുക്തം സുഗ്രീവേണ രഘൂത്തമ ഭാര്യാപഹാരിണം ഹന്തും സഹായസ്തേ ഭവിഷ്യതി ഇദാനീം ഏവ ഗച്ഛാമ ആഗച്ഛ യദി രോചതേ. വടുരൂപിയായ ഹനുമാൻ പറഞ്ഞു, വാനരന്മാരുടെ രാജാവായ സുഗ്രീവൻ എന്ന മഹാമതി അദ്ദേഹത്തിൻ്റെ 4 മന്ത്രിമാരുമൊത്ത് ഗിരിശിഖരത്തിലിരിക്കുകയാണ്. ദുർബുദ്ധിയായ ബാലിയുടെ ഇളയ സഹോദരനാണ് സുഗ്രീവൻ. ആ ബാലി സുഗ്രീവന്റെ ഭാര്യയെ അപഹരിക്കുകയും അവനെ പുറത്താക്കുകയും ചെയ്തു. ബാലിയെ പേടിച്ച് ഋഷ്യമുഖമെന്ന പർവ്വതത്തിൽ കഴിയുകയാണ് ഞങ്ങൾ. ഞാൻ സുഗ്രീവന്റെ മന്ത്രിയും വായുവിൻ്റെ മകനുമാണ്. അഞ്ജനാതനയനായ ഞാൻ ഹനുമാൻ എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. രഘുവര, ആ സുഗ്രീവനുമായി അങ്ങ് സഖ്യം ചെയ്യൂ. അങ്ങയുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുപോയവനെ കൊല്ലാൻ സുഗ്രീവൻ സഹായമായി തീരും. ഉചിതമായി കരുതുന്നുവെങ്കിൽ വന്നാലും ഇപ്പോൾ തന്നെ പോകാം. ശ്രീരാമ ഉവാച അഹം അപ്യാഗതസ്തേന സഖ്യം കർത്തും കപീശ്വര സഖ്യുസ്തസ്യാവിയത് കാര്യം തത് കരിഷ്യാമ്യ സംശയം. അല്ലയോ കവിവീര, ഞാനും അവനോട് സഖ്യം ചെയ്യാൻ തന്നെയാണ് വന്നത്. ആ സുഹൃത്തിൻ്റെ കാര്യം ഏതോ സംശയമെന്നെ ഞാൻ അതും നിറവേറ്റും. ഹനുമാൻ സ്വസ്വരൂപേണ സ്ഥിതോ രാമമഥാബ്രവീത് ആരോഹതാം മമ സ്കന്ധൗ ഗച്ഛാമ പർവ്വതോപരി യത്ര തിഷ്ഠതി സുഗ്രീവോ മന്ത്രിഭിർ ബാലിനോ ഭയാത്. സ്വന്തം രൂപം ആർന്ന് നിലകൊണ്ട മാരുതി പിന്നെ രാമനോട് പറഞ്ഞു, എൻ്റെ തോളിൽ 2 പേരും കയറിക്കൊള്ളൂ, പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാം. ബാലിയെ ഭയപ്പെട്ട സുഗ്രീവൻ മന്ത്രിമാരോടുകൂടി അവിടെയാണല്ലോ കഴിയുന്നത്. അങ്ങനെയെന്ന് രാമനും ലക്ഷ്മണനും ഹനുമാന്റെ തോളിൽ കയറി. ഉത്പപാദഗിരേർമൂർധ്നിക്ഷണാദേവ മഹാകപി വൃക്ഷഛായാം സമാശ്രിത്യ സ്ഥിതൗ തൗ രാമലക്ഷ്മണൗ ഹനുമാനപി സുഗ്രീവം ഉപഗമ്യ കൃതാഞ്ജലി വേദുതേ ഭയമായാതൗ രാജൻ ശ്രീരാമലക്ഷ്മണൗ ശീഘ്രമുത്തിഷ്ഠ രാമേണ സഖ്യം ദേ യോജിതം മയാ അഗ്നിം സാക്ഷിണമാരോപ്യ തേന സഖ്യം ദ്രുതം കുരു. ആ വാനരശ്രേഷ്ഠൻ നിമിഷം കൊണ്ട് തന്നെ പർവ്വതത്തിൻ്റെ മുകളിൽ കുതിച്ചെത്തി. രാമലക്ഷ്മണന്മാർ മരത്തണലിൽ ഇരുന്നു. ഹനുമാനും സുഗ്രീവനെ സമീപിച്ച് തൊഴുതുകൊണ്ട് അറിയിച്ചു, മഹാരാജാവേ, അവിടുത്തെ ഭയം തീരട്ടെ, ശ്രീരാമലക്ഷ്മണന്മാരാണ് വന്നിരിക്കുന്നത്. വേഗം എഴുന്നേറ്റാലും ഞാൻ രാമനുമായി അങ്ങേക്ക് സഖ്യം ഉറപ്പിച്ചിരിക്കുന്നു. അഗ്നിയെ സാക്ഷിയാക്കി അദ്ദേഹവുമായി ഉടനടി സഖ്യം ചെയ്യുക. തതോ ദിഹർഷാത് സുഗ്രീവ സമാഗമ്യ രഘൂത്തമം വൃക്ഷശാഖാം സ്വയം ചിത്വാ വിഷ്ടരായ തദൗ മുദാ. സുഗ്രീവൻ സന്തോഷത്തോടുകൂടി ശ്രീരാമന്റെ അരികിലെത്തി. സ്വയം ഒരു മരക്കൊമ്പടിച്ചിട്ട് സാമോദം ഇരിപ്പിടം കൊടുത്തു. എല്ലാവരും സന്തോഷത്തോടെ ആസനസ്ഥരായി. ലക്ഷ്മണസ്ത്വബ്രവീൽ സർവം രാമവൃത്താന്തമാദിതഃ വനവാസാഭിഗമനം സീതാഹരണമേവ ച. വനവാസത്തിന് പോകുന്നതും സീത അപഹൃതയായതും തുടങ്ങി രാമചരിതം മുഴുക്കെ
ലക്ഷ്മണൻ വിവരിച്ചു. ലക്ഷ്മണോക്തം വചശ്രുത്വാ സുഗ്രീവോ രാമമബ്രവീത് അഹം കരിഷ്യേ രാജേന്ദ്ര സീതായാ പരിമാർഗണം. ലക്ഷ്മണന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സുഗ്രീവൻ രാമനോട് പറഞ്ഞു, അല്ലയോ രാജേന്ദ്ര, സീതയെ കണ്ടുപിടിക്കുന്നതിന് ഞങ്ങൾ സഹായം ചെയ്യാം. സഹായമപി തേ രാമ കരിഷ്യേ ശത്രുഘാതിനഃ ശൃണുരാമമയാ ദൃഷ്ടം കിഞ്ചിത്തേ കഥയാമ്യഹം. അല്ലയോ രാമ, ശത്രുവിനെ വകവരുത്തുന്നതിന് എല്ലാ സഹായവും എത്തിക്കാം. ഞാൻ ഒരു കാര്യം കൂടി നിന്നോട് പറയാം. രാമ, കേട്ടാലും. ഏകദാ മന്ത്രിഭിസ്സാർദ്ധം സ്ഥിതോഹം ഗിരിമൂർധനി വിഹായസാനീയമാനാം കേനചിത് പ്രമദോത്തമാം ക്രോശന്തീം രാമരാമേതി ദൃഷ്ട്വാസ്മാൻ പർവ്വതോപരി ആമുജ്യാഭരണാന്യാശു സൗത്തരീയേണ ഭാമിനി നിരീക്ഷ്യാത പരിത്യജ്യ ക്രോശന്തീ തേന രാക്ഷസ നീതാഹം ഭൂഷണാന്യാശു ഗുഹായാമക്ഷിപം പ്രഭോ. ഒരിക്കൽ മന്ത്രിമാരോടുകൂടി ഞാൻ ഗിരിശിഖരത്തിലിരിക്കുമ്പോൾ ആകാശത്തൂടെ ആരോ ഒരു വനിതാരത്നത്തെ കൊണ്ടുപോകുന്നത് കണ്ടു. രാമ 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 എന്ന് കരയുന്ന ആ മഹിള മലമുകളിൽ ഞങ്ങളെ കണ്ടപ്പോൾ ആഭരണങ്ങൾ അഴിച്ച് സ്വന്തം ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. കരയുന്ന അവളെ ആ രാക്ഷസൻ കൊണ്ടുപോയി. പ്രഭോ, ഞാൻ ആ ആഭരണങ്ങൾ ഉടൻ തന്നെ ഒരു ഗുഹയിൽ സൂക്ഷിച്ചു വെച്ചു. ഇദാനീമപി പശ്യത്വം ജാനീഹി തവ വാനവ ഇത്യുക്ത്വാനീയ രാമായ ദർശയാമാസ വാനര. ഇപ്പൊ തന്നെ നോക്കൂ, ഇത് നിനക്കുള്ളതോ അല്ലയോ എന്നറിയാമല്ലോ. ഇങ്ങനെ പറഞ്ഞ് ആ വാനരൻ ആഭരണങ്ങൾ കൊണ്ടുവന്ന് രാമനെ കാണിച്ചു. വിമുച്യ രാമസ്തദൃഷ്ട്വാ സീതേതി മുഹുർമുഹു ഹൃദി നിക്ഷിപ്യ തത്സർവം രുരോധ പ്രാകൃതോ യഥാ. അത് അഴിച്ചു നോക്കി ആഭരണങ്ങളെല്ലാം മാറോടണച്ച് ഹാ സീതേ എന്ന് നിലവിളിച്ചുകൊണ്ട് പ്രാകൃതനെപ്പോലെ രാമൻ വീണ്ടും വീണ്ടും തേങ്ങിക്കരഞ്ഞു. ആശ്വാസ്യ രാഘവം ഭ്രാത ലക്ഷ്മണോ വാക്യമബ്രവീത് അജിരേണൈവ തേ രാമ പ്രാപ്യതേ ജാനകീ ശുഭാ വാനരേന്ദ്ര സഹായേന ഹത്വാ രാവണമാഹവേ. ലക്ഷ്മണൻ ശ്രീരാമനെ ആശ്വസിപ്പിച്ചു. സ്വാമിൻ, സുഗ്രീവ സഹായത്തോടെ രാവണനെ പോരിൽ വധിച്ച് താമസമന്യേ ശോഭനയായ ജാനകിയെ അങ്ങേക്ക് കൊണ്ടുവരാമല്ലോ. സുഗ്രീവോപ്യാഹ ഹേ രാമ പ്രതിജ്ഞാം കരവാണിത്തേ സമരേ രാവണം ഹത്വാ തവ ദാസ്യാമി ജാനകീം. സുഗ്രീവനും പറഞ്ഞു, അല്ലയോ രാമ, യുദ്ധത്തിൽ രാവണനെ കൊന്ന് ജാനകിയെ അങ്ങേക്ക് തന്നുകൊള്ളാം. നിന്നോട് ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. തദോ ഹനുമാൻ പ്രജ്വാല്യ തയോരഗ്നിം സമീപതഃ താവുവൗ രാമസുഗ്രീവാ അഗ്നൗ സാക്ഷിണി തിഷ്ഠതി ബാഹുപ്രസാര്യ ആലിംഗ്യ പരസ്പരം അകൽമഷൗ സമീപേ രഘുനാഥസ്യ സുഗ്രീവ സമുപാവിശത്. മാരുതി അഗ്നി ജ്വലിപ്പിച്ചു. അഗ്നിസാക്ഷിയായി നിൽക്കവേ വിശുദ്ധരായ ആ രാമസുഗ്രീവന്മാർ ഇരുവരും കൈകൾ നീട്ടി ഗാഠം പുണർന്നു. ശ്രീരാമന്റെ അരികിൽ സുഗ്രീവനും ഇരുന്നു. സ്വദന്തം കഥയാമാസ പ്രണയാത് രഘുനായകേ അഖേ ശൃണുമമോദന്തം ബാലിനായത്കൃതം പുരാ. സ്നേഹവായ്പോടുകൂടി സ്വന്തം കഥ സുഗ്രീവൻ രാമനോട് വിവരിച്ചു. അല്ലയോ തോഴരെ, എൻ്റെ കഥ കേൾക്കൂ. ബാലി പണ്ട് ചെയ്ത കാര്യമാണ്. മയപുത്രോദമായ വീണാംനാ പരമദുർമദ കിഷ്കിന്ദാം സമുപാഗത്യ ബാലിനം സമുപാഹ്വയത് സിംഹനാദേന മഖതാ ബാലി തദമർഷണ നിർയയൗ ക്രോധതാം രാക്ഷോ ജഘാന ദൃഢമുഷ്ടിന. മയന്റെ പുത്രനും മായാവി എന്ന് പേരുള്ളവനുമായ പരമദുരഹങ്കാരിയായ ഒരു രാക്ഷസൻ ഒരിക്കൽ കിഷ്കിന്ധയിലെത്തി. ഘോരമായ സിംഹനാദത്തോടെ ബാലിയെ പോരിന് വിളിച്ചു. അത് പൊറുക്കാനാവാതെ കോപത്താൽ ബാലി പുറത്തു വന്നിട്ട് ദൃഢമായ കൈകൊണ്ട്
ആ മായാവിയെ ഇടിച്ചു. ദുദ്രാവതേന സംവിഘ്നോ ജഗാമ സ്വഗുഹാം പ്രതി അനുദുദ്രാവതം ബാലി മായാ വിനമഹം തഥാ തദപ്രവിഷ്ടമാലോക്യ ഗുഹാം മായാവിനം മൃഷാ ബാലി മാമാഹതിഷ്ടത്വം ബഹിർഗച്ഛാമ്യഹം ഗുഹാം ഇത്യുക്ത്വാവിശ്യസ ഗുഹാം മാസമേകം ന നിർയയൗ മാസാദൂർധ്വം ഗുഹദ്വാരാ നിർഗതം രുധിരം ബഹു തദ്ദൃഷ്ട്വാ പരിതപ്താംഗോ മൃദോ ബാലീതി ദുഃഖിതഃ ഗുഹാദ്വാരി ശിലാമേകാം നിധായ ഗൃഹമാഗത തതോ അബ്രവം മൃദോ ബാലി ഗുഹായാം രക്ഷതാഹത. ഇടിയേറ്റ് വലഞ്ഞ മായാവി ഓടി തൻ്റെ ഗുഹയ്ക്ക് നേരെ പാഞ്ഞു. ഞാനും ബാലിയും മായാവിയെ പിന്തുടർന്നു. അവൻ്റെ ഗുഹയിൽ ഒളിച്ചതും ബാലി എന്നോട് പറഞ്ഞു, നീ വെളിയിൽ നിൽക്കണം, ഞാൻ ഗുഹയിൽ കിടക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗുഹയിലേക്ക് പോയ അവൻ 1 മാസമായിട്ടും മടങ്ങി വന്നില്ല. 1 മാസത്തിന് ശേഷം ഗുഹാദ്വാരത്തിൽ നിന്ന് ധാരാളം ചോര ഒലിച്ചു വന്നു. അത് കണ്ട് ദുഃഖിച്ച ഞാൻ ബാലി കൊല്ലപ്പെട്ടെന്ന് തീർച്ചയാക്കി. ദുഃഖിതനായ ഞാൻ ഗുഹാദ്വാരത്തിലൊരു ശില വച്ചടച്ച് വസതിയിലെത്തി. ബാലി മരിച്ചു, ഗുഹയിൽ വെച്ച് രാക്ഷസനാൽ കൊല്ലപ്പെട്ടു എന്ന് സകലരെയും അറിയിച്ചു. തത് ശ്രുത്വാ ദുഃഖിതാ സർവേ മാമനിച്ഛന്തമപ്യുത രാജ്യേ വിഷേചനം ചക്രു സർവേ വാനരമന്ത്രിണഃ. അത് കേട്ട് എല്ലാവരും ദുഃഖിതരായി. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും എന്നെ വാനരമന്ത്രിമാരെല്ലാം ചേർന്ന് നാടുവാഴിച്ചു. ശിഷ്ടം തദാമയാ രാജ്യം കിഞ്ചിത് കാലം അരിന്തമ തദ സമാഗതോ ബാലി മാമാഹ പരുഷം രുഷാ. ഹേ ശത്രുമതന, അന്ന് ഞാൻ കുറേ നാൾ രാജ്യം ഭരിച്ചു. പിന്നെ ബാലി മടങ്ങി വന്ന് ദേഷ്യപ്പെട്ട് എന്നോട് പരുഷമായി പറഞ്ഞു, ബഹുദാ ബൽസയിത്വാം മാം നിജഘാനജമുഷ്ടിഭി തതോ നിർഗത്യ നഗരാത് തഥാവാം പരയാഭിയാ. എന്നെ പലതരത്തിൽ ഭർഷിച്ച് മുഷ്ടികളാൽ താടിക്കുകയും ചെയ്തു. കൊടിയ ഭീതിയോടെ ഞാൻ പട്ടണം വിട്ട് ഓടി. ലോകാൻ സർവാൻ പരിക്രമ്യ ഋഷ്യമൂകം സമാശ്രിതഃ ഋഷേശാവയാത് സോപി ന ആയാതീതം ഗിരിം പ്രഭോ. ഉലകങ്ങളെല്ലാം ചുറ്റി ഒടുക്കം ഋഷ്യമുഖത്തെ ആശ്രയിച്ചു. പ്രഭോ, മുനിശാപം പേടിച്ച് അവൻ ഈ ഗിരിയിൽ വരാറില്ല. തദാമി മമ ഭാര്യാം സസ്വയം ഭുങ്ക്തേ വിമൂഢതി അതോ ദുഃഖേന സന്തപ്തോ ഹൃദദാരോ ഹൃതാശയ വസാമ്യദ്യ ഭവത്പാദസംസ്പർശാത് സുഖിതോസ്മ്യഹം മിത്രദുഃഖേന സംതപ്തോ രാമോ രാജീവലോചനഃ ഹനിഷ്യാമി തവ ദ്വേഷ്യം ശീഘ്രം ഭാര്യാപഹാരിണം ഇതി പ്രതിജ്ഞാം അകരോത് സുഗ്രീവസ്യ പുരസ്തദാം. അന്നു മുതൽ ആ മൂഢമതി എൻ്റെ ഭാര്യയെയും കൈക്കലാക്കി. അങ്ങനെ ഭാര്യ നഷ്ടപ്പെട്ട ഞാൻ നീറി കഴിയുകയാണ്. ഇന്ന് അവിടുത്തെ പാദം തൊട്ടതിനാൽ ഞാൻ ആശ്വാസം കൊണ്ടു. ചിന്താമരക്കണ്ണനായ രാമൻ അപ്പോൾ സുഗ്രീവന്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു, നിന്റെ ഭാര്യാപഹാരിയായ ദ്രോഹിയെ ഉടനടി ഞാൻ കൊല്ലും. സുഗ്രീവോ അപ്യാഹ രാജേന്ദ്ര ബാലി ബലവതാം ബലി കഥം ഹനിഷ്യതി ഭവാൻ ദേവൈരവി ദുരാസതം. സുഗ്രീവൻ പറഞ്ഞു, അല്ലയോ രാജേന്ദ്ര, ബാലി ശക്തരിൽ ശക്തനാണ്. ദേവന്മാർക്ക് പോലും എതിർക്കാൻ പറ്റാത്ത അവനെ അങ്ങ് എങ്ങനെയാണ് വധിക്കുക? ശൃണുതേ കഥയിഷ്യാമി തദ്ബലം ബലിനാം വര കഥാചിദ്ദുന്ദുബിർനാമ മഹാകായോ മഹാബല കിഷ്കിന്ദാം അഗമദ് രാമ മഹാമഹിഷരൂപദൃക് യുദ്ധായ ബാലിനം രാത്രൗ സമാഹ്വായത വീഷണ തച്ഛ്രുത്വാ സഹമാനോസൗ ബാലി പരമകോപനഃ മഹിഷം ശൃംഗയോർധൃത്വാ പാദയാമാസ ഭൂതലേ പാദേനൈകേന തത്കായം ആക്രമ്യാസ്യ ശിരോമഹത്
ഹസ്താഭ്യാം ഭ്രാമയാം ചിത്വാ തോലയിത്വാ ക്ഷിപത് ഭുവി. അല്ലയോ വീരനായ രാമ, അവൻ്റെ ബലം എത്രയെന്ന് ഞാൻ അങ്ങയോട് പറയാം, കേട്ടാലും. ഒരിക്കൽ ഭീമാകായനും മഹാശക്തനുമായ ദുന്ദുബി എന്ന ഒരു രാക്ഷസൻ തടിയനായ പോത്തിൻ്റെ രൂപം കൊണ്ട് കിഷ്കിന്ധയിലെത്തി. ആ ഭയങ്കരൻ ബാലിയെ രാത്രിയിൽ പോരിന് വിളിച്ചു. അത് കേട്ട് സഹിക്കവയ്യാതെ ഉഗ്രകോപത്താൽ ബാലി പോത്തിൻ്റെ ഇരു കൊമ്പിലും പിടിച്ച് നിലത്തടിച്ചു. ഒരു കാലുകൊണ്ട് അവൻ്റെ ഉടൽ ചവിട്ടി അമർത്തി. അവൻ്റെ കൂറ്റൻ തല ഇരു കൈകളാൽ ചുഴറ്റിപ്പറിച്ച് തൂക്കി ദൂരേക്കെറിഞ്ഞു. മാതംഗാശ്രമസന്നിധൗ യോജനാത്പതിതം തസ്മാൻ മുനേരാശ്രമമണ്ഡലേ രക്തവൃഷ്ടിപപാദോച്ചൈർ ദൃഷ്ട്വാ താം ക്രോധമൂർച്ഛിതഃ മാതംഗോ ബാലിനം പ്രാഹ യദ്യാഗന്താസി മേ ഗിരം ഇതപ്പരം ഭഗ്നശിരാ മരിഷ്യസി ന സംശയഃ ഏവം ശബ്ദസ്തദാരഭ്യ ഋഷ്യമൂഖം നയാത്യസൗ. അല്ലയോ രാമ, ആ തല മതംഗമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് വീണു. അതിൽ നിന്നും കടുത്ത ചോര ചുരിയുകയാണ്. അതുകണ്ട് കോപാക്കുലനായ മതംഗൻ ബാലിയോട് പറഞ്ഞു, ഇനിമേൽ എൻ്റെ ഗിരിയിൽ നീ വന്നുപോയാൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. ഈ വിധം ശാപം കിട്ടിയ അവൻ അന്ന് മുതൽ ഋഷ്യമുഖത്തിൽ വരാറില്ല. ഏതജ്ഞാത്വാഹമപ്യത്ര വസാമി ഭയവർജിതഃ രാമപശ്യ ശിരസ്തസ്യ ദുന്ദുബേ പർവതോപമം തക്ഷേപണേ യദാശക്ത ശക്തസ്ത്വം ബാലിനോ വധേ ഇതുക്ത്വാ ദർശയാമാസ ശിരസ്തദ്ഗിരിസന്നിഭം. ഇതറിഞ്ഞ് ഞാനും ഇവിടെ ഭയമില്ലാതെ കഴിയുന്നു. രാമ, ആ ദുന്ദുബിയുടെ മലയ്ക്കൊത്ത തല കണ്ടാലും ആ തല പൊക്കിയെറിയാൻ കരുത്തുള്ള പക്ഷം നീ ബാലിയെ കൊല്ലാൻ കെൽപ്പുള്ളവനാണ്. ഇത്രയും പറഞ്ഞ് മല പോലെ കിടക്കുന്ന ആ തല കാണിച്ചു കൊടുത്തു. ദൃഷ്ട്വാ രാമസ്മിതം കൃത്വാ പാദാങ്കുഷ്ടേന ചാക്ഷിപത് ദശയോജനപര്യന്തം തദദ്ഭുതം ഇവാഭവത്. അത് കണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് രാമൻ കാൽ പെരുവിരലിനാൽ 10 യോജന ദൂരേക്ക് അത് തൂക്കിയെറിഞ്ഞു. അത്ഭുതം പോലെയാണ് അത് സംഭവിച്ചത്. സാധു സാത്വിതി സംപ്രാഹ സുഗ്രീവോ മന്ത്രിഭിസ്സഹ പുനരപ്യാഹ സുഗ്രീവോ രാമം ഭക്തപരായണം. സുഗ്രീവൻ മന്ത്രിമാരോടൊത്ത് നന്നായി നന്നായി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഭക്തവത്സലനായ രാമനോട് സുഗ്രീവൻ വീണ്ടും പറഞ്ഞു, ഏതേ താലാമഹാസാര സപ്തപശ്യരഘൂത്തമ ഏകൈകം ചാലയിത്വാസൗ നിഷ്പത്രാൻ കുരുതേ അഞ്ജസാ. അല്ലയോ രാഘവ, അതിബലിഷ്ഠങ്ങളായ ഈ 7 പനകളെ നോക്കിയാലും ഓരോന്നും കുലുക്കി കുലുക്കി ഞൊടിയിടയിൽ ബാലി ഇലകളെല്ലാം കൊഴിച്ചുകളയും. യദിത്വമേകബാണേന വിദ്വാചിദ്രം കരോഷി ചേത് ഹതസ്ത്വയാ തദാ ബാലി വിശ്വാസോ മേ പ്രജായത്തെ തഥേതി ധനുരാദായ സായകം തത്ര സന്തധേ വിവേദ തഥാ രാമ സപ്തതാലാൻ മഹാബലഃ താലാൻ സപ്ത വിനിർഭിദ്യ ഗിരിം ഭൂമിം ജസായക. ഒരമ്പ് കൊണ്ട് ഇത് ഈ പനകളിൽ ദ്വാരമുണ്ടാക്കുമെങ്കിൽ നിന്നാൽ ബാലി ഹതനാകുമെന്ന് എനിക്ക് വിശ്വാസമാകും. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് വില്ലെടുത്ത് രാമൻ അതിൽ ഒരു അമ്പ് തൊടുത്തു. ബിഭേദജതതാ രാമ സപ്തതാലാൻ മഹാബലഃ താലാൻ സപ്ത വിനിർഭിദ്യ ഗിരിം ഭൂമിം ജസായകേ പുനരാഗത്യ രാമസ്യ തൂണീരേ പൂർവവത്സ്ഥിത തതോതിഹർഷാത് സുഗ്രീവോ രാമം ആഹാദി വിസ്മിതഃ. രാമൻ അയച്ച അമ്പ് 7 പനകളെയും തുളച്ച് ഭൂമിയും തുളച്ച് തിരിച്ച് ആവനാഴിയിൽ വന്നു ചേർന്നു. രാമൻ്റെ ആവനാഴിയിൽ പഴയതുപോലെ സ്ഥിതി ചെയ്തു. അതിവിസ്മിതനായ സുഗ്രീവൻ വർദ്ധിച്ച ആഹ്ലാദത്തോടെ
രാമനോട് പറഞ്ഞു, ദേവത്വം ജഗതാം നാഥ പരമാത്മാ ന സംശയഃ മത്പൂർവകൃതപുണ്യൗഖൈ സംഗതോദ്യമയാ സഹ ത്വാം ഭജന്തി മഹാത്മാന സംസാരവിനിവൃത്തയേ ത്വാം പ്രാപ്യ മോക്ഷസജീവം പ്രാർത്ഥയേഹം ഗതം ഭവം ദാരാപുത്രാദനം രാജ്യം സർവം ത്വന്മായയാ കൃതം അതോഹം ദേവദേവേശ ന കാംക്ഷേ അന്യത് പ്രസീദ മേ ആനന്ദാനുഭവം ത്വാദ്യാ പ്രാപ്തോഹം ഭാഗ്യഗൗരവാത് മൃദർത്ഥം യതമാനേന നിധാനം ഇവ സത്പതേ അനാദ്യവിദ്യാ സംസിദ്ധം ബന്ധനം ഛിന്നമദ്യനഃ യജ്ഞദാന തവ കർമ്മ പൂർത്തേഷ്ടാദിവിരപ്യസൗ ന ജീര്യതേ പുനർദാർഢ്യം ഭജതേ സംസൃതി പ്രഭോ ത്വത്പാദദർശനാൽ സദ്യോ നാശമേതി ന സംശയഃ. അല്ലയോ ദേവ, നീ ഉലകങ്ങളുടെ നാഥനാണ്, പരമാത്മാവ് എന്നതിൽ സംശയമില്ല. ഞാൻ മുമ്പ് ചെയ്ത പുണ്യപൂരത്താൽ നീ ഇന്ന് എന്നോട് വന്നു ചേർന്നു. മഹാത്മാക്കൾ സംസാരമോചനത്തിനായിട്ടാണ് നിന്നെ ഭജിക്കുക. മോക്ഷദാതാവായ നിന്നെ നേടിയിട്ട് ഞാൻ എങ്ങനെ ലൗകിക സിദ്ധിക്കായി പ്രാർത്ഥിക്കും? അല്ലയോ ദേവദേവേശ, ഭാര്യ, മക്കൾ, ധനം, രാജ്യം ഇവയെല്ലാം നിന്റെ മായയുടെ നിർമ്മിതിയാണ്. തന്മൂലം ഞാൻ നിന്നെ വിട്ട് മറ്റൊന്നും കാക്ഷിക്കുന്നില്ല. എന്നിൽ കനിയണേ. സത്തുക്കൾക്ക് പതിയായുള്ളവനെ, മൺകുട്ടയ്ക്ക് യത്നിച്ചവന് നിധിയെന്ന പോലെ ഭാഗ്യപ്പൊലിമയാലാണ് ആനന്ദാനുഭവമായി നിന്നെ ഞാൻ നേടിയത്. അനാദിയായ അവിദ്യ കൊണ്ടുണ്ടായ എൻ്റെ സംസാരബന്ധനം ഇന്ന് അറ്റുപോകണം. പ്രഭോ, യജ്ഞദാന തപസ്സുകളാലും യാഗാദി പുണ്യകർമ്മങ്ങളാൽ തന്നെയും ഈ ബന്ധനം ക്ഷയിക്കാറില്ല. സംസാരം കൊണ്ട് വീണ്ടും ദൃഢമാവുകയുള്ളൂ. അങ്ങയുടെ കഴലിണ കണ്ടാൽ അത് ഉടനടി നശിക്കുമെന്നതിൽ സംശയവുമില്ല. ക്ഷണാർദ്ധമപിയച്ചിത്തം ത്വയി തിഷ്ടത്യചഞ്ചലം തസ്യാജ്ഞാനമനർത്ഥാനാം മൂലം നശ്യതി തക്ഷണാത് തത്തിഷ്ടതു മനോരാമ ത്വയി നാന്യത്ര മേ സദാ. അരനിമിഷമെങ്കിലും ആരുടെ ചിത്തമാണോ ഇളകാതെ നിന്നിൽ നിലകൊള്ളുന്നത്, അവൻ്റെ വിഷമങ്ങൾക്കെല്ലാം കാരണമായ അറിവില്ലായ്മ ഉടനടി ഇല്ലാതാകും. ആകയാൽ രാമ, എൻ്റെ മനസ്സ് ഏതു നേരവും നിന്നിൽ നിൽക്കുമാറാകണം, മറ്റൊരിടത്തും പോകരുത്. രാമ രാമ ഇതി യദ്വാണി മധുരം ഗായതിക്ഷണം സബ്രഹ്മഹാവാസുരാപോ വാ മുച്യതേ സർവപാതകൈ. ആരാണോ നിരന്തരം രാമ 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 എന്ന മധുരഗാനമുതിർക്കുന്നത്, അവൻ ബ്രഹ്മഘാതകനോ മദ്യപാനിയോ ആയാലും എല്ലാ പാപങ്ങളിൽ നിന്നും വിടുതൽ നേടുന്നു. നകാംക്ഷേ വിജയം രാമ നജദാരസുഖാധികം ഭക്തിമേവ സദാകാംക്ഷേ ത്വയി ബന്ധവിമോചനീം ത്വന്മായാകൃതസംസാര ത്വദംശോഹം രഘൂത്തമ സ്വപാദഭക്തിമാദിശ്യ ത്രാഹി മാം ഭവസങ്കടാത്. രാമ, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല, ഭാര്യാസുഖാദിയും വേണ്ട. നിന്നിലെന്നും ബന്ധനമോചനകാരിയായ ഭക്തി മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഹേ രഘുവര, നിന്റെ മായയാൽ ചമയ്ക്കപ്പെട്ടതാണ് ഈ സംസാരം. ഞാൻ നിന്റെ അംശവുമാണ്. നിന്റെ പാദഭക്തിയേകി എന്നെ ഭവസങ്കടത്തിൽ നിന്ന് രക്ഷിച്ചാലും. പൂർവം മിത്രാരുദാസീനാത്വന്മായാവൃതചേതസഃ ആസന്മേ അദ്യ ഭവത്പാദ ദർശനാദേവ രാഘവ സർവം ബ്രഹ്മൈവ മേ ഭാതി ക്വമിത്രം ക്വജമേ റിപു യാവത്വന്മായയാ ബദ്ധ സ്ഥാപത് ഗുണവിശേഷത. നിന്റെ മായയാൽ മൂടിയ മനസ്സുള്ള എനിക്ക് തോഴനും വൈരിയും ഉദാസീനും ഉണ്ടായിരുന്നു. അല്ലയോ രാമ, ഇന്ന് നിന്റെ പാദസ്പർശനത്താൽ തന്നെ എനിക്കെല്ലാം ബ്രഹ്മമയമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് മിത്രമേത് ശത്രുവേത്? നിന്റെ മായയാൽ ബദ്ധനായിരിക്കുന്നത് വരെ മാത്രമേ ഗുണവൈശിഷ്ട്യം
ഉണ്ടായിരിക്കുകയുള്ളൂ. സാ യാവദസ്തി നാനാത്വം താവത് ഭവതി നാന്യഥാ യാവൻ നാനാത്വമജ്ഞാനാത് താവത് കാലകൃതം ഭയം. അതോ അവിദ്യാപാസ്തേയ സോ അന്ധേ തമസി മജ്ജതി മായാമൂലമിദം സർവം പുത്രധാരാദിബന്ധനം യദുൽ സാരയമായാം ത്വം ദാസീം തവ രഘൂത്തമ. മായ ഏതുവരെ നിലനിൽക്കുമോ അതുവരെ മാത്രമേ നാനാത്വവും നിലനിൽക്കുകയുള്ളൂ. അജ്ഞാനജനിതമായ നാനാത്വമുള്ളപ്പോൾ വരെ മരണഭയവും ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവിദ്യയെ ഉപാസിക്കുന്നവൻ കൂരിരുട്ടിൽ മുങ്ങുന്നു. ഈ പുത്രധാരാദി ബന്ധനമെല്ലാം മായാമൂലമായതിനാൽ രാമ, നീ സദ്വാസിയായ മായയെ എന്നിൽ നിന്ന് അകറ്റൂ. ത്വത്പാദപത്മാർപ്പിത ചിത്തവൃത്തി ത്വന്നാമ സംഗീത കഥാസുവാണി ത്വദ്ഭക്ത സേവാ നിരതൗ കരോമേ ത്വദംഗസംഗം ലഭതാം മദംഗം. എൻ്റെ മനോവൃത്തി നിന്റെ പാദപത്മത്തിൽ അർപ്പിതമാകട്ടെ. വാക്ക് നിന്റെ നാമസങ്കീർത്തനത്തിലും കഥകളിലും മുഴുകട്ടെ. എൻ്റെ കരങ്ങൾ നിന്റെ ഭക്തരുടെ സേവയിൽ മുഴുകട്ടെ. എൻ്റെ ഉടൽ നിന്റെ അംഗസംഗം നേടട്ടെ. ത്വന്മൂർത്തി ഭക്താൻ സ്വഗുരും ചക്ഷു പശ്യത്വജസ്രം ച ശൃണോതി കർണ ത്വം ജന്മകർമാണി ച പാദയുഗ്മം വ്രജത്വജസ്രം തവ മന്ദിരാണി. എൻ്റെ കണ്ണുകൾ എപ്പോഴും നിന്റെ തിരുവിടൽ കാണാൻ വേണ്ടി മാത്രമാകട്ടെ. നിന്റെ ഭക്തർ എൻ്റെ ഗുരുവായി തീരട്ടെ. എൻ്റെ കാത് നിന്റെ അവതാരലീലകൾ കേൾക്കുമാറാകട്ടെ. എൻ്റെ ഈ കാലിണകൾ സദാ നിന്റെ മന്ദിരങ്ങളിലേക്ക് നടക്കട്ടെ. അങ്കാനി തേ പാദരജോ വിമിശ്ര തീർത്ഥാനി ബിഭ്രത്വഹി ശത്രുകേതോ ശിരസ്ത്വദീയം ഭവപത്മജാദ്യൈ ജുഷ്ടം പദം രാമ നമത്വജശ്രം. അല്ലയോ ഗരുഡധ്വജ, എൻ്റെ അംഗങ്ങൾ നിന്റെ പാദധൂളി കലർന്ന തീർത്ഥജലം പേരട്ടെ. അല്ലയോ രാമ, എൻ്റെ ശിരസ് ശിവബ്രഹ്മാദികളാൽ പൂജിതമായ നിന്റെ പാദങ്ങളിൽ എപ്പോഴും നമിക്കുമാറാകട്ടെ. ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡേ പ്രഥമ സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.